അന്നത്തെ കോടതി വിധി വന്നപ്പോൾ ഉണ്ടായൊരു പ്രത്യേക സാഹചര്യം ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടില്ല. ശബരിമല ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിച്ചതാര്? NSSന് നല്ല ബോധ്യമുണ്ട്. അവിടെ ചോര വീഴ്ത്താൻ ശ്രമിച്ചതാര്? നല്ല ബോധ്യമുണ്ട്. കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾ അടച്ചു പോവുക, അവിടെ പടുതിരി കത്തുക എന്ന അവസ്ഥ വന്നപ്പോൾ കേരളത്തിലെ സർക്കാർ ദേവസ്വം ബോർഡ് 100 കോടി രൂപ അവിടെ കൊടുത്തു. ശബരിമല അയ്യപ്പന്റെ സ്വത്വത്തിനെതിരായ കടന്നാക്രമണമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ അവിടെ ഇല്ല, ഇവിടെ ഇല്ല, പിന്നെ കോൺഗ്രസ് എവിടെയാ? ഗോവിന്ദ മാസ്റ്റർ, ഞങ്ങൾക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ആത്മവിശ്വാസം ഒരു തുടർ ഭരണത്തിന്റെ അവസാനത്തെ വർഷവും ഒരു പാർട്ടിക്കുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യവുമാണ്. പക്ഷേ കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്ന ചോദ്യം, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്ന ചിന്ത എങ്ങനെയാണ് CPM ഉണ്ടാകുന്നത്? സമീപകാലത്ത് ആ പാർട്ടി ചെന്നുപെട്ട അതിഗുരുതരമായ രാഷ്ട്രീയവും സംഘടനാപരമായ തകർച്ചയുടെ ആഴങ്ങൾ തിരിച്ചറിയുന്ന ഏതൊരാൾക്കും കോൺഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കാനാകും. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ ഒരു ദേശീയ പ്രതിരോധത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം കോൺഗ്രസിന് കൂടി പങ്കുണ്ട് എന്ന ധാരണയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടി അനുകൂലമായ ഒരു ഫലം ഇന്ത്യ മുന്നണിക്ക് പൊതുവിലുണ്ടായത്. അത് BJPക്ക് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാക്കി ഘടകകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു. ഭരണഘടനാ ഭേദഗതിയിലേക്ക് BJPക്ക് സഹായകരമല്ലാത്ത ഒരു ജനവിധി ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനുശേഷം എന്താ ഉണ്ടായത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കൈ കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു. അതിനുശേഷം തന്നെ ഓരോ തെരഞ്ഞെടുപ്പുകളും നോക്കൂ, എണ്ണി പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എങ്ങനെ പരാജയപ്പെട്ടു? പരസ്പരം തൊഴുത്തിൽ കുത്തി, തമ്മിൽ തല്ലി, ധൂർത്തുപുത്രന്മാരെ പോലെ BJPക്കെതിരായി ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോലും തോറ്റുകൊടുക്കുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ തോൽപ്പിക്കാനുള്ള ശേഷി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. മഹാരാഷ്ട്രത്തിൽ നമ്മൾ കണ്ടതെന്താണ്? മഹാരാഷ്ട്രത്തിൽ വൻ വിജയം നേടിയിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായി അവസ്ഥ? പക്ഷേ കേരളത്തിൽ CPMന് എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കിട്ടും എന്ന് പറഞ്ഞതിന് ശേഷം കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് സാമുദായിക പിന്തുണയില്ല എന്നത് കൂടിയാണോ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2021 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭ്യമായതിൻ്റെ സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം പെർഫോം ചെയ്ത ഗവൺമെൻറ്റാണത്. ഞങ്ങൾ വീണ്ടും കേരളത്തിലെ ബഹുജനങ്ങളുടെ മുന്നിൽ സവിനയം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ സർക്കാർ ആദ്യം ഒരു 600 കാര്യം പറഞ്ഞു, ഇപ്പോൾ 900 കാര്യം പറഞ്ഞു. ഞങ്ങൾ എവിടെ വരെ എത്തി? കേരളം എവിടെ വരെ എത്തി? നമ്മൾ തലകുനിക്കേണ്ട ഏതെങ്കിലും കാര്യം ഇന്ത്യ രാജ്യത്ത് കേരളത്തിനുണ്ടോ? ഈ 10 കൊല്ലത്തിലേക്ക് കേരളം എവിടെയെങ്കിലും പിന്തള്ളപ്പെട്ടോ? രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളമെന്ന് എല്ലാ രംഗത്തും പൊതുവിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും അവസാനം വന്ന പഠനങ്ങളെല്ലാം കാണിക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ ദ്രോഹകരമായ കടന്നാക്രമണം നമ്മുടെ സാമ്പത്തിക അവകാശങ്ങളുടെ മേലെ നടത്തിയിട്ടും കടത്തിന്റെ കാര്യത്തിൽ 15ാം സ്ഥാനത്ത് മാത്രമാണ് കേരളമെന്ന CRAG റിപ്പോർട്ട് വന്നപ്പോൾ കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക ചർച്ച എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഡെവലപ്മെന്റൽ വിഷയങ്ങളിലുള്ള ഒരു ചർച്ച എന്ന നിലയ്ക്ക് വിടുകയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാവുന്ന കഴിഞ്ഞ 3-4 ദിവസമായി വളരെ സജീവമായി ചർച്ചയാകുന്നത് ഈ അയ്യപ്പ സംഗമവും തുടർന്നുണ്ടായ സാമുദായിക സാഹചര്യങ്ങളും ഒക്കെയാണ്. അങ്ങ് അതിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഞാൻ 2 ചോദ്യങ്ങളിൽ അങ്ങയുടെ ഉത്തരത്തിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോഴും അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇതിപ്പോ ഈ NSSന്റെ പിന്തുണയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് മുൻപ് സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്വരച്ചേർച്ച ഇല്ലാതിരുന്നിടത്തല്ലേ പിന്നീട് ചേർച്ചയുണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. അപ്പോ ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം സ്വരച്ചേർച്ച ഇല്ലാതിരുന്ന ഇടത്തുനിന്ന് ഇപ്പോൾ സ്വരച്ചേർച്ച ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് NSSമായി ഡയറക്റ്റാണ്. അങ്ങ് ഇനിയും മറ്റു വിഷയങ്ങളിലേക്ക് പോകരുതേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 2018 സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ ബാധ്യതയുള്ള വിധിയായിരുന്നു. സുപ്രീം കോടതി തന്നെ അതിലൊരു സംശയം പ്രകടിപ്പിക്കുകയും അത് ഒരു വിശാലമായ ബെഞ്ചിന് വിടുകയും ചെയ്തതോടെ ആ കോടതി വിധി, NSS എതിർത്ത കോടതി വിധി നടപ്പാക്കാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന കാര്യം NSSനെ മാത്രമല്ല എല്ലാ വിശ്വാസ സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായി. രണ്ടാമത്തെ കാര്യം, ആ വിധി ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPIM മുൻകൈയെടുത്ത് രാഷ്ട്രീയമായി
ഏതെങ്കിലും തരത്തിൽ ആ വിധി നടപ്പാക്കുന്നതിന് സഹായകരമായ ഒരു സ്ത്രീ പ്രവേശനത്തിന് ശബരിമലയിലേക്ക് പോവുകയല്ല ഞങ്ങൾ ചെയ്തത്. മറിച്ച് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യതയുടെ അഭിപ്രായം പൊതുമണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും സ്ത്രീകളെ അതോടൊപ്പം ചേർത്ത് നിർത്തുകയുമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താനായി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ശബരിമല ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിച്ചതാര്? NSSന് നല്ല ബോധ്യമുണ്ട്. അവിടെ ചോര വീഴ്ത്താൻ ശ്രമിച്ചതാര്? നല്ല ബോധ്യമുണ്ട്. അതേസമയം കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾ അടച്ചു പോവുക, അവിടെ പടുതിരി കത്തുക എന്ന അവസ്ഥ വന്നപ്പോൾ കേരളത്തിലെ സർക്കാർ ദേവസ്വം ബോർഡ് 100 കോടി രൂപ അവിടെ കൊടുത്തു. 1565 കോടി രൂപ ഈ ശബരിമലയുടെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും LDF സർക്കാർ ചെലവാക്കി. ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാനാകുന്ന യാഥാർത്ഥ്യം എന്താണ്? ഞങ്ങൾ കൃത്യമായി പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വിശ്വാസ സങ്കേതത്തിലെ ആചാരങ്ങളെ മാറ്റുക ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല. അന്നത്തെ കോടതി വിധി വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടില്ല. ഇവിടെയാണ് കോൺഗ്രസ് എവിടെയും ഇല്ലാതായി പോയത്. അവിടെയാണ് പ്രശ്നം. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന് എന്താ പറ്റിയത്? അല്ല, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന് എന്താ പറ്റിയത്? ഒറ്റ കാര്യമേ പറ്റിയുള്ളൂ, ഒരു കാര്യമേ പറ്റുള്ളൂ. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും. കോൺഗ്രസിന് എന്താ പറ്റിയതെന്ന് വെച്ചാൽ, പന്തളത്തൊരു സംഗമം നടന്നു. ആ സംഗമത്തിൽ പറഞ്ഞത് ബാബരുസ്വാമി തീവ്രവാദിയാണ്. അപ്പോൾ കോൺഗ്രസ് നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട ശ്രീ സുകുമാരൻ നായർ സാറ് പറഞ്ഞ കാര്യം എന്താണ്? ബാബര് അയ്യപ്പൻ്റെ സഹായിയല്ലേ, അദ്ദേഹത്തെ സഹായിച്ച ആളല്ലേ? അതൊരാശയമാണ്. ബാബരുസ്വാമി എന്ന് പറയുന്നത് ശബരിമലയുടെ അവിഭാജ്യ ആശയമാണ്. അത് തീവ്രവാദിയാണെന്ന് പറയുകയും അവിടെ ബാബുരനെ കൊണ്ടുവെക്കാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം അപ്പുറം നടന്നു. കോൺഗ്രസ് എതിർത്തില്ല. അപ്പോൾ കോൺഗ്രസ് ശബരിമലയ്ക്കൊപ്പം ഇല്ല, പന്തളത്ത് കൂടിയിട്ടുമില്ല. അപ്പോൾ പക്ഷെ പ്രശ്നം എന്താണ്? ബാബരുസ്വാമിയെ മാറ്റി ബാബുരനെ മാറ്റുമ്പോൾ ശബരിമല അയ്യപ്പന്റെ സ്വത്വത്തിനെതിരായ കടന്നാക്രമണമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ കോൺഗ്രസ് എവിടെയാ? അതാണ് കോൺഗ്രസ് ഇല്ലാതായത്. ശരി ശരി.